നമസ്കാരം. ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഞാൻ അനശ്വര. പ്രധാന വാർത്തകൾ. പുന്നാട് CPM RSS സംഘർഷം 4 ബൈക്കുകൾ കത്തിച്ചു. മേഖലയിൽ കനത്ത പോലീസ് സന്നാഹം. ബുധനാഴ്ച RDOയുടെ നേതൃത്വത്തിൽ സർവകക്ഷി സമാധാന യോഗം. പൈതൽ മലയിൽ സ്വകാര്യ മേഖലയിലും ഇക്കോ ടൂറിസം പദ്ധതി. പൈതൽ മലയിലേക്ക് ടൂറിസ്റ്റുകളുടെ പ്രവാഹം. പെരുമുന്നിയിൽ ബസ്സിടിച്ചു മരിച്ച വീട്ടമ്മയുടെ മൃതദേഹം സംസ്കരിച്ചു. വാർത്തകൾ വിശദമായി. ഏതാനും ദിവസങ്ങളായി പുന്നാട് മേഖലയിൽ തുടരുന്ന CPM RSS സംഘർഷം വ്യാപിക്കുന്നു. പുലർച്ചെയുമായി 4 ബൈക്കുകൾ കത്തിച്ചു. സംഘർഷത്തെ തുടർന്ന് മേഖലയിൽ പോലീസ് കനത്ത ജാഗ്രത പാലിക്കുന്നുണ്ട്. സംഭവത്തിൽ പ്രതിഷേധിച്ച് CPMന്റെയും RSSന്റെയും നേതൃത്വത്തിൽ പ്രകടനങ്ങൾ നടന്നു. ഏതാനും ദിവസങ്ങളായി സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന പുന്നാട് മേഖലയിൽ പുലർച്ചെയുമായി 2 RSS പ്രവർത്തകരുടെയും 2 CPM പ്രവർത്തകരുടെയും ബൈക്കുകളാണ് കത്തിച്ചത്. RSS പ്രവർത്തകരായ പുന്നാട് പാർവതി നിവാസിൽ അജിത്, പാറേങ്ങാട്ട് ഹരിദാസ്, CPM പ്രവർത്തകരായ പൂമരത്തെ കൊയ്റ്റുവീട്ടിൽ PK ശ്രീജിത്ത്, DYFI പുന്നാട് വില്ലേജ് സെക്രട്ടറി സഞ്ജയൻ എന്നിവരുടെ ബൈക്കുകളാണ് കത്തിച്ചത്. ഇതിൽ ഹരിദാസിന്റെ ബൈക്ക് ഭാഗികമായും മറ്റു ബൈക്കുകൾ പൂർണ്ണമായും കത്തിനശിച്ചു. DYFI പുന്നാട് വില്ലേജ് സെക്രട്ടറി സഞ്ജയൻ രാവിലെ ഇരിട്ടിയിലേക്ക് വരുമ്പോൾ കീഴൂർക്കുന്ന് വളവിൽ ഒരു സംഘം തടഞ്ഞു നിർത്തി ബൈക്ക് കത്തിക്കുകയായിരുന്നു. മേഖലയിൽ കനത്ത സംഘർഷാവസ്ഥയാണ് നിലനിൽക്കുന്നത്. ക്രൈംബ്രാഞ്ച് SP NP ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ കനത്ത സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംഘർഷ മേഖലയിൽ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ഇരിട്ടി DYSP PC ബാബു, പേരാവൂർ CI P തമ്പാൻ, സബ് ഡിവിഷനിലെ SIമാർ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് മേഖലയിൽ റെയ്ഡും നടത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് 5 RSS പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. RSS പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തതിൽ പ്രതിഷേധിച്ച് RSSന്റെ നേതൃത്വത്തിൽ ഇരിട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് പോലീസ് സ്റ്റേഷനടുത്ത് വെച്ച് പോലീസ് തടഞ്ഞു. ഉടനെ തന്നെ വിട്ടില്ലെങ്കിൽ കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകരെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. തുടർന്ന് നേതാക്കളും പോലീസും തമ്മിൽ നടന്ന ചർച്ചയെ തുടർന്ന് പ്രവർത്തകരെ ജാമ്യത്തിൽ വിട്ടു. മാർച്ചിന് കാവ്യേഷ് പുന്നാട്, രാമദാസ് എടക്കാനം എന്നിവർ നേതൃത്വം നൽകി. CPM പ്രവർത്തകരുടെ ബൈക്ക് കത്തിച്ചതിൽ പ്രതിഷേധിച്ച് ഇരിട്ടി ടൗണിൽ CPMന്റെ പ്രതിഷേധ പ്രകടനം നടന്നു. ഏരിയ സെക്രട്ടറി K ശ്രീധരൻ, PP അശോകൻ, PT ഉസ്മാൻ എന്നിവർ നേതൃത്വം നൽകി. അതുപോലെ കീഴൂർ തെരുവിനും ഇടയിലുള്ള വിജനമായ ഒരു സ്ഥലത്ത് വെച്ച് ഒരു കൂട്ടം RSSകാർ റോഡിൽ കയറി നിന്ന് വാഹനം തടയുകയും സഖാവ് സഞ്ജയനെ വധിക്കാനായി വാളുമെടുത്ത് ആ സഖാവിന്റെ പിന്നാലെ ഓടുകയും ചെയ്തു. യാദൃശ്ചികമായി വന്നു ചേർന്ന ഒരു വാഹനം കിട്ടിയതുകൊണ്ട് സജീവൻ ജീവൻ രക്ഷിക്കേണ്ടായി. ഈ അക്രമകാരികൾ സഞ്ജീവൻ ഉപേക്ഷിച്ചു പോയിട്ടുള്ള മോട്ടോർ ബൈക്ക് പൂർണ്ണമായി പെട്രോൾ ഒഴിച്ച് ആ സമയത്ത് കത്തിക്കുകയുണ്ടായി. 10:30 കീഴൂർ ചാവശ്ശേരി പഞ്ചായത്ത് ഓഫീസിൽ RDOയുടെ സാന്നിധ്യത്തിൽ സർവകക്ഷി യോഗം ചേരാൻ ധാരണയായിട്ടുണ്ട്. മലബാറിലെ പ്രധാന ഇക്കോ ടൂറിസം കേന്ദ്രമായ പൈതൽ മലയിൽ സ്വകാര്യ മേഖലയിലും ഇക്കോ ടൂറിസം സംരംഭങ്ങൾക്ക് തുടക്കമായി. സീസൺ ആരംഭിച്ചതോടെ പൈതൽ മലയിലേക്ക് ടൂറിസ്റ്റുകളുടെ ഒഴുക്ക് ആരംഭിച്ചിട്ടുണ്ട്. കർണാടക വനത്തോട് ചേർന്നുള്ള കേരള ഫോറസ്റ്റിന്റെ അതിർത്തിയിലാണ് പൈതൽമല സ്ഥിതി ചെയ്യുന്നത്. പാരിസ്ഥിതികമായി ടൂറിസത്തിന് ഏറ്റവും അനുയോജ്യമായ പ്രദേശമാണ് പൈതൽമല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ ദിവസേന 100 കണക്കിന് സഞ്ചാരികളാണ് എത്തുന്നത്. താമസവും ഭക്ഷണവും പൈതൽ ഹിൽ ഇക്കോ ടൂറിസം പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് വഹിക്കുന്നത്. പൈതൽ ഹിൽ ഇക്കോ ടൂറിസം പ്രോജക്ടിന്റെ നേതൃത്വത്തിൽ റിസോർട്ടും ആയുർവേദ ചികിത്സാ കേന്ദ്രങ്ങളും അടുത്തു തന്നെ തുടങ്ങും. ഇതിനോടൊപ്പം തന്നെ ഡോർമിറ്ററി, ഓപ്പൺ റെസ്റ്റോറന്റ്, കോൺഫറൻസ് ഹാൾ, വില്ലകൾ എന്നിവയും നിർമ്മാണവും ആരംഭിച്ചു കഴിഞ്ഞു. 5 ഏക്കർ ഹോർട്ടിക്കൾച്ചർ മിഷന്റെ സഹകരണത്തോടെ ഔഷധ ഉദ്യാനവും ആരംഭിച്ചിട്ടുണ്ട്. ഉദ്യാനങ്ങളും സസ്യങ്ങളുടെ ഉദ്യാനങ്ങളും ആയുർവേദ ഗവേഷണത്തിനായി സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും പ്രോജക്ട് അധികൃതർ അറിയിച്ചു. പൈതൽ മല കേന്ദ്രീകരിച്ച് ധാരാളം ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അവർക്ക് ഇവിടെ താമസിക്കാനോ ക്യാമ്പ് ചെയ്യാനോ ഭക്ഷണത്തിനുള്ള സൗകര്യങ്ങൾ ഇല്ലാത്തൊരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്.
അപ്പോൾ അതുകൊണ്ട് പ്രകൃതിക്ക് ഇണങ്ങുന്ന തരത്തിൽ ഈ പ്രദേശത്ത് വരുന്ന എല്ലാ ടൂറിസ്റ്റുകൾക്കും വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കത്തക്ക രീതിയിൽ ആയുർവേദ ചികിത്സാ സൗകര്യങ്ങളും ഒരു സസ്റ്റൈനബിൾ ടൂറിസം എന്നുള്ള നിലയിൽ എല്ലാവിധ സൗകര്യങ്ങളും കൊടുക്കാൻ വേണ്ടിയിട്ട് പൈതൽ ഹിൽ എക്കോ ടൂറിസം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം ഇപ്പോൾ ജനുവരി 1 മുതൽ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഭക്ഷണം ഉൾപ്പെടെ ഇവിടെ ക്യാമ്പ് ചെയ്യാനോ മറ്റ് കുടുംബമായിട്ട് വന്ന് താമസിക്കാനോ ആയുർവേദ ചികിത്സയ്ക്കോ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്. മുൻകൂട്ടി വിളിച്ചു പറഞ്ഞ് ബുക്ക് ചെയ്ത് വരാനും ഉള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പേരാവൂരിനടുത്ത് പെരുമുന്നിൽ ബസ്സിടിച്ച് മരിച്ച വീട്ടമ്മയുടെ മൃതദേഹം ചൊവ്വാഴ്ച വൈകിട്ടോടെ സംസ്കരിച്ചു. ഓടന്തോട് നീലിയറയിൽ ബേബിയുടെ ഭാര്യ ത്രേസി എന്ന ലിസിയാണ് തിങ്കളാഴ്ച പെരുമുന്നിയിലുണ്ടായ അപകടത്തിൽ മരിച്ചത്. ആശുപത്രിയിലേക്ക് പോകാൻ പെരുമ്പുന്നയിൽ ബസ്സിറങ്ങിയ ത്രേസ്യ റോഡ് മുറിച്ച് കടക്കുന്നതിനിടയിൽ സ്വകാര്യ ബസ് വന്നിടിക്കുകയായിരുന്നു. തിങ്കളാഴ്ച വൈകിട്ടാണ് സംഭവം. ഇരിട്ടി സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോയെങ്കിലും വഴിമധ്യേ മരണം സംഭവിക്കുകയായിരുന്നു. മണത്തണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളായ അഖിൽ, അഞ്ജലി എന്നിവരാണ് ത്രേസ്യയുടെ മക്കൾ. ഭർത്താവ് ബേബി ടാപ്പിംഗ് തൊഴിലാളിയാണ്. ഒറ്റ നമ്പർ എഴുത്ത് ലോട്ടറി നിർത്തൽ ചെയ്യുക, ഓൺലൈൻ ലോട്ടറിയുടെ കടന്നുവരവ് തടയുക, ലോട്ടറി ഭാഗ്യക്കുറിയെ സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ ഭാഗ്യക്കുറി സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. ജാഥയ്ക്ക് ശ്രീകണ്ഠാപുരം, പേരാവൂർ എന്നീ സ്ഥലങ്ങളിൽ സ്വീകരണം നൽകി. ഭാഗ്യക്കുറി സംരക്ഷണ സമിതി ജാഥയ്ക്ക് ശ്രീകണ്ഠാപുരത്ത് നൽകിയ സ്വീകരണത്തിൽ ജാഥാ ലീഡർ MP ജയരാജൻ, രാധാകൃഷ്ണൻ, K സന്തോഷ്, PV ഗോപിനാഥ്, T നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. 2 ലക്ഷത്തോളം ആൾക്ക് ഉപജീവന മാർഗമാണ് ലോട്ടറി. അപ്പൊ അത് 200 കോടി അങ്ങനെ പോകുന്നു. ബാക്കി 200 കോടി സമ്മാനമാണ്. പിന്നെ 200 കോടി നികുതിയും ലാഭവുമായി സർക്കാരിന്റെ ഖജനാവിലാണ്. ആ പൈസയും സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് വെറുതെ പോകില്ലല്ലോ. ശ്രീകണ്ഠാപുരം റോഡിന് വേണ്ടി ഉപയോഗിക്കും, പാലത്തിന് ഉപയോഗിക്കും, വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കും. ഇതാണ് ലോട്ടറി. പേരാവൂരിൽ നൽകിയ സ്വീകരണത്തിൽ CP രവീന്ദ്രൻ, PV ശ്രീധരൻ, മടപ്പള്ളി ബാലകൃഷ്ണൻ, M സുകുമാരൻ തുടങ്ങിയവരും സംസാരിച്ചു. സമാന്തര ലോട്ടറി സമ്പ്രദായം എന്ന് പറയുമ്പോൾ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിൽ നടത്തപ്പെടുന്ന ഭാഗ്യക്കുറി, കേരള ഭാഗ്യക്കുറി ഇവിടെയുണ്ട്. അതുപോലെ തന്നെ സിക്കിം ഗവൺമെന്റിന്റെ പേരിൽ നടത്തപ്പെടുന്ന, ഗവൺമെന്റിന് ടാക്സ് അടച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ഭാഗ്യക്കുറികളും ഇവിടെ കേരളത്തിൽ പ്രചാരത്തിലുണ്ട്. അതിനു പുറമെ ഒരു സമാന്തര ലോട്ടറി സമ്പ്രദായം നമ്മുടെ നാട്ടിൽ നടപ്പിൽ വന്നിരിക്കുകയാണ്. കീഴൂർ വാട്ടർഷെഡ് പദ്ധതിയുടെ ഓഫീസ് ഉദ്ഘാടനവും നാളികേര ക്ലസ്റ്ററിന്റെ മണ്ണ് പരിശോധനാ ക്യാമ്പും വള്ളിയാട് വായനശാലയിൽ നടന്നു. കീഴൂർ ചാവശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് PP അശോകൻ ഉദ്ഘാടനം ചെയ്തു. നാളെ മുതൽ ഈ കേന്ദ്രത്തിൽ ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചു. നമുക്കറിയാം, ഇത്തരം സ്ഥാപനങ്ങളും അതോടൊപ്പം നേരത്തെ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചോ എന്നറിയില്ല, നിങ്ങളിപ്പം പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന മണ്ണ് ഏത് തരത്തിലാണ് വരുമെന്നറിയില്ല. കാരണം അത്രമാത്രം ഫലപ്രദമായ നിലയിൽ മണ്ണ് പരിശോധനയുമായി ബന്ധപ്പെട്ട ക്ലാസ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. പുന്നാട് CPM RSS സംഘർഷം 4 ബൈക്കുകൾ കത്തിച്ചു. മേഖലയിൽ കനത്ത പോലീസ് സന്നാഹം. ബുധനാഴ്ച RDOയുടെ നേതൃത്വത്തിൽ സർവകക്ഷി സമാധാന യോഗം. പൈതൽ മലയിൽ സ്വകാര്യ മേഖലയിലും ഇക്കോ ടൂറിസം പദ്ധതി. പൈതൽ മലയിലേക്ക് ടൂറിസ്റ്റുകളുടെ പ്രവാഹം. പെരുമുന്നിയിൽ ബസ്സിടിച്ചു മരിച്ച വീട്ടമ്മയുടെ മൃതദേഹം സംസ്കരിച്ചു. ന്യൂസ് ടൈം സമാപിക്കുന്നു. ഇനി എഡിറ്റോറിയൽ വോയിസ്. നമസ്കാരം.